യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആ ഉപകാരമെങ്കിലും കൃഷ്ണമാമ ചെയ്തു തരില്ലേ? കാർത്തികിന്റെ പ്രശ്നം ആദ്യം അറിഞ്ഞത് നീയാ. അന്ന് തൊട്ട് ഇന്നോളം അവനെ രക്ഷിച്ചു പിടിക്കാൻ മാത്രമേ നീ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, അവനെ കൊല്ലാൻ വേണ്ടി പോയപ്പോ പോലും നടുക്ക് കയറി നിന്ന് അവന് വേണ്ടി മരിക്കാൻ തയ്യാറായി. എന്തിന്? രക്ഷിച്ചത് കാർത്തിക്കിന്റെ ജീവനെ അല്ല, വൈഗ മാഡത്തെയും മാഡത്തിന്റെ വയറ്റില് വളരുന്ന കുഞ്ഞിനെയോ. ഈ നിൽക്കുന്ന കൃഷ്ണമാമയെ ജയിലിലേക്ക് വിടാതിരിക്കാനാ. ഒരു പക്ഷെ ഞാൻ മരിച്ചു പോയാൽ പോലും മരണമൊഴിയായി ഞാൻ പറഞ്ഞേനെ, എന്റെ കൃഷ്ണമാമ എന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. സുന്ദരി, ആർ യു ഓക്കെ? നോ പ്രോബ്ലം ഡോക്ടർ. ഓക്കെ എന്ന് എനിക്കറിയാം, കാരണം സാധാരണ ഒരു പെണ്ണല്ലല്ലോ സുന്ദരി. ഇത്തരത്തിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയാതെ ആരും ഉണർന്നെഴുന്നേറ്റിരിക്കുന്ന പതിവില്ല. ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ എഴുന്നേറ്റിരുന്ന് നേഴ്സുമാരോട് കാര്യം പറയാൻ തുടങ്ങിയതാ. സിംഹക്കുട്ടിയല്ലേ ഇത്, സിംഹക്കുട്ടി. ഈ കളക്ടർ മാഡത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാതില്ല. ഞാൻ പൊക്കോളാൻ പറഞ്ഞ ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി നടന്നങ്ങ് വീട്ടിൽ പോകും, അല്ലേ സുന്ദരി? ഡോക്ടർ പറഞ്ഞത് സത്യം. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പെയിൻ ഒന്നും തോന്നുന്നില്ല. ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാ. കണ്ടോ കണ്ടോ, കളക്ടറുടെ ആവേശം കണ്ടോ? വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള പരിപാടിയാ. പക്ഷെ ആസ് എ ഡോക്ടർ ഞാനത് അനുവദിക്കില്ല. സുന്ദരി എപ്പോ ഡിസ്ചാർജ് ആക്കണമെന്ന് ഞാൻ പറയും, കേട്ടല്ലോ? അതുവരെ ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്നാലും എന്നത്തേക്ക് പോവാൻ പറ്റും? എന്താ, നാളെ വീട്ടിൽ പോകണമെന്നുണ്ടോ? നാളെയെങ്കിലും പോയാ കൊള്ളാന്നുണ്ട്. നോക്കട്ടെ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, ടേക്ക് കെയർ. കൊല്ലട്ടെ, കൊല്ലാൻ പറ. ചാവാൻ തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. നോക്ക് കാർത്തി, ചെയ്യാവുന്നതിന്റെ പരമാവധി തെറ്റുകൾ ചെയ്ത് ചതിയുടെ അങ്ങേയറ്റം കാണിച്ചിട്ടാ നീ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നേ. ഇനി നീ ഇവിടെ നിന്നാ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. എന്തിനാടാ നീ വീണ്ടും ഇങ്ങോട്ടൊന്ന് കേറിയത്? ഇവരെയൊക്കെ കൊലയാളിയാക്കി ജയിലിൽ കയറ്റാനോ? കുടുംബം ഇത്രയൊക്കെ തകർത്തിട്ട് മതിയായില്ലേ നിനക്ക്? അതോ മുച്ചോടെ മുടിച്ചാലേ സമാധാനാവുള്ളൂ നിനക്ക്? നിങ്ങളുടെ കുടുംബം മുടിക്കാനൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ലവനാണെന്ന് സ്ഥാപിച്ച് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിക്കാനുമല്ല. നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ വലിയ തെറ്റുകാരനായിരിക്കും. എന്നെ മഹാനാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതമുണ്ട്.
ആ ജീവിതമാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. ഏട്ടാ, സുന്ദരിയുടെ കഴുത്തിൽ ഞാൻ എന്തുകൊണ്ട് താലി കെട്ടിയെന്ന് വിശദീകരിക്കാതെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. സെന്റിമെന്റ്സ്, ഇമോഷണൽ ടോർച്ചറിങ്. ഈ നിൽക്കുന്ന അളിയന്റെ മുഖത്ത് നോക്കി ഞാനെന്ന് പറഞ്ഞല്ലേ എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലാന്ന്. സുന്ദരിയോട് പറഞ്ഞില്ലേ എനിക്ക് താല്പര്യമില്ലാന്ന്? പറഞ്ഞില്ലേ? മഹാനാണെന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതല്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ നോക്കണ്ട. താലി കെട്ടിയ പെണ്ണിനെ ആദ്യ രാത്രിയെന്നും പറഞ്ഞു മണിയറയിൽ കൊണ്ടിരുത്തിയിട്ട് നിന്നെ എനിക്ക് ഭാര്യയായി കാണാൻ പറ്റില്ല എന്ന് പറയുന്ന മഹത്വം അതല്ലേ താനിപ്പോ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാനുമായുള്ള വിവാഹം താല്പര്യമില്ലാന്ന് ഉലകം മൊത്തം ചിലപ്പോ പ്രസംഗിച്ചു കാണും. പക്ഷെ താലി കെട്ടി മണിയറയിൽ എത്തിക്കുന്നതിന് മുന്നേ ഒരു വാക്ക് എന്നോട് പറയാനുള്ള നട്ടലുറപ്പ് താൻ കാണിക്കാത്തത് എന്താ? പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു നിന്നെ എന്റെ ഭാര്യയാക്കാൻ മനസ്സിലായിരുന്നു എന്ന്. നാട് മുഴുവൻ കല്യാണം വിളിച്ച് മണ്ഡപത്തിൽ കയറ്റിയിരുത്തി ഒരു പെണ്ണിനെ താലി കെട്ടി വിളക്ക് കൊടുത്ത് വീട്ടിൽ കയറ്റി ഭാര്യയാക്കി വെച്ചിട്ടല്ല നിന്നോടൊപ്പമുള്ള ജീവിതത്തിന് താല്പര്യമില്ലാന്ന് പ്രഖ്യാപിക്കാൻ. എന്നിട്ടതിനെ ന്യായീകരിക്കാൻ നോക്കുന്നോ താൻ? പിന്നീട് അങ്ങോട്ട് ചെയ്തതെല്ലാം ഞാൻ മറക്കാം. തന്റെ ഭാഗത്ത് ന്യായീകരണം ഉണ്ടായിരുന്നെന്നോ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ സ്വപ്നത്തിലെ ജീവിതം നേടാൻ വേണ്ടിയായിരുന്നെന്നോ സമ്മതിച്ചു തരാം. പക്ഷെ എനിക്കൊരിക്കലും ഒരു അമ്മയാകാനാകില്ലെന്ന കള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടറെ കൊണ്ടുണ്ടാക്കിച്ച തന്റെ മാനസികാവസ്ഥയെ ഞാൻ എന്ത് പേര് പറഞ്ഞു വിളിക്കണം? എനിക്കൊരമ്മയാകാനാകില്ലെന്നും തനിക്ക് അത് കാരണം അച്ഛനാകാനുള്ള ഭാഗ്യമില്ലെന്നും പറഞ്ഞ് ഈ നിൽക്കുന്ന കൃഷ്ണമാമയുടെയും ദേവിയമ്മയുടെ മുന്നിൽ താൻ കരഞ്ഞു കാണിച്ചില്ലേ? നാണമുണ്ടോടെ തനിക്ക്? ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിക്കേണ്ടി വന്നു. ഞാൻ ഒത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കാനും നിങ്ങൾക്കായില്ല. അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ടായിരുന്നു. അവളുമൊത്ത് ജീവിതവും തുടങ്ങി. എന്നെ ഈ എറണാകുളം നഗരത്തിൽ തനിച്ചാക്കി അവളും ഒത്ത് ജീവിച്ച് അവളിൽ കുഞ്ഞുമായി. അപ്പോഴെങ്കിലും എല്ലാവരോടും തന്റെ ഇടത്തോടെ നിങ്ങൾക്ക് പറയായിരുന്നില്ലേ ഞാൻ വേറൊരു പെണ്ണിൽ ഒരു അച്ഛനാകാൻ പോവുകയാണെന്ന്? അങ്ങനെയെങ്കിലും മുതുകിലെ വാഴപ്പിണ്ടിയുടെ സ്ഥാനത്ത് നട്ടലാണെന്ന് തെളിയിക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഭാര്യ പദവി വേണ്ട എന്ന് 1000 വട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ആരെയും അറിയിക്കരുതെന്ന് നിങ്ങളോട് യാചിച്ചത് പോലും എന്റെ കുടുംബത്തിലുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. ആരുടെ കൂടെ ജീവിച്ചാലും അതിൽ ശല്യം ഉണ്ടാക്കാനും ഞാൻ വന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ എന്റെ മാർഗത്തിൽ തടസ്സം നിന്നു. ഞാൻ കളക്ടർ ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു. എന്തിന്? ഞാൻ രക്ഷപ്പെടരുതെന്ന് മോഹിച്ചിട്ട്. സത്യമല്ലേ? ഞാൻ പോകുന്ന വഴിയിലെല്ലാം എന്നെ ദ്രോഹിക്കാനായി നിങ്ങൾ മുന്നിൽ വന്ന് നിന്നപ്പോ ഒരു തവണ പോലും ഈ നിൽക്കുന്ന കൃഷ്ണമാമയോട് നിങ്ങളുടെ പേര് ഞാൻ പറയാതിരുന്നത് ഈ മനുഷ്യന്റെ വെട്ടുകൊണ്ട് താൻ ചാവാതിരിക്കാൻ വേണ്ടിയാ. എന്നിട്ടും താൻ വന്നു നിന്ന് പ്രസംഗിക്കുന്നു അല്ലേ? ഇമോഷണലി ടോർച്ചർ ചെയ്തു പോലും. എന്താടാ നാണം കെട്ട് തലയും കുനിച്ച് നിൽക്കുന്നേ? ഇവള് ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാനുണ്ടോ? പറടാ, നീ ചെയ്തതിൽ എവിടെയാടാ ശരി? വേണ്ട കൃഷ്ണേട്ടാ, നിങ്ങൾക്ക് തെറി വിളിക്കാനുള്ള യോഗ്യത പോലും ഇവനില്ല. നാണം കെട്ടവൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞതാണോടാ നീ? എന്റെ കൂടെ പിറപ്പെന്ന് പറയുന്നത് പോലും ശാമ്പോയിട്ട് കാണുക. ഞാൻ ഇറങ്ങി പോടാ മുന്നിന്ന്. പോവാൻ തന്നെയാ ഞാൻ വന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കുടുംബവുമായിട്ട് യോജിച്ച് പോകാനുള്ള കൊതി കൊണ്ട് വന്നതുമല്ല. എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നല്ല, എന്റെ ഭാഗത്തും ഒരു ന്യായമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. ഇനി എന്റെ കുടുംബമൊന്നും പറഞ്ഞ് നിങ്ങളുടെ ആരുടെ മുന്നിലേക്ക് ഞാൻ വരില്ല.
എന്റെ മുന്നിലേക്ക് നിങ്ങളും വരണ്ട.